നമസ്കാരം, എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനലിൽ ടെക്നോളജി ബന്ധപ്പെട്ടായിട്ടുള്ള വീഡിയോകളായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ചോദിച്ചിരുന്നു, ഒരു സയൻസ് ടോപ്പിക് ഇടാമോ, അല്ലെങ്കിൽ ഒരുപാട് പേര് മെയിൽ അയക്കുന്നുണ്ട്, ബ്ലാക്ക് ഹോൾ അതുപോലുള്ള സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകൾ എൻ്റെ വീഡിയോസ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ചെയ്യാമോ ഇല്ല എന്നുള്ളൊരു സജഷൻ ചോദിച്ചിരുന്നു. എല്ലാവരും ഓക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരാഴ്ചത്തെ സ്കെഡ്യൂളിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസത്തെ വീഡിയോ നമ്മൾ സയൻസ് ടോപ്പിക്കുകളായിരിക്കും ചർച്ച ചെയ്യുന്നത്. അതുപോലുള്ള ബ്ലാക്ക് ഹോൾ, വേം ഹോൾ, അതുപോലെ ഒരുപാടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ നല്ല ഡിലേ ആക്കി വെച്ചിരിക്കുകയാണ്. നല്ലപോലെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ വീഡിയോ ചെയ്യത്തുള്ളൂ. കാരണം അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു മിസ്റ്റേക്കായി പോകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്, റഷ്യയിലുള്ളൊരു കുട്ടി, പുള്ളിക്കാരൻ മാർസിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സമയത്ത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ പേരെന്ന് പറയുന്നത് ബൊരിസ്ക കിപ്രിയനോവിച്ച് എന്നാണ് ഈ പുള്ളിക്കാരൻ്റെ പേര്. പുള്ളിക്കാരൻ 21 വയസ്സായ ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി മാർസിൽ നിന്ന് വന്നതാണ്, അതായത് റെഡ് പ്ലാനറ്റായ മാർസിൽ നിന്ന് വന്നതാണ്. ഹ്യൂമൻസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാർസിലെ ഒരു മിഷൻ വഴി വന്നതാണ്. മാർസിലായിരുന്ന സമയത്ത് മാർസിലെ ഒരു ന്യൂക്ലിയർ ആക്ടിവിറ്റി കാരണം അവിടെ മൊത്തവും പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേറ്റവും വിചിത്രമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പുള്ളി അല്ലെങ്കിൽ ഈ ഒരു കുട്ടി ജനിച്ചപ്പോൾ മുതൽ ഇവരുടെ അച്ഛനും അമ്മയും പറയുന്നതെന്ന് പറഞ്ഞാൽ, ജനിച്ചപ്പോൾ മുതൽ ജനിച്ചു കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ ഉടനെ സ്വന്തമായിട്ട് തല പൊക്കി. അതുമാത്രമല്ല, 1 വയസ്സായപ്പോൾ തന്നെ ന്യൂസ് പേപ്പറുകൾ വായിക്കാൻ തുടങ്ങി ഈ കുട്ടി. വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. അതുമാത്രമല്ല, സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയുന്നത് ഈ കുട്ടിക്ക് ഓവറായിട്ടുള്ള IQ ലെവലുണ്ട്, അല്ലെങ്കിൽ കുട്ടി എഴുതുന്നതും വായിക്കുന്നതൊക്കെ ഭയങ്കര ഒരു 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ് വായിക്കുന്ന പോലെയാണ് കുട്ടി വായിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു കുട്ടിക്ക് വിചിത്രമായിട്ടുള്ള എന്തോ ഒരു കഴിവ്, ഒരു സൂപ്പർ നാച്ചുറൽ ബിഹേവിയർ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ പുള്ളി 21 വയസ്സായ സമയത്ത് കുറേ വെളിപ്പെടുത്തലുകൾ നടത്തി. അതെന്താണെന്ന് വെച്ചാൽ, റെഡ് പ്ലാനറ്റ് എന്ന് പറയുന്ന മാർസിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ന്യൂക്ലിയർ ആക്ടിവിറ്റി നടന്നു. അങ്ങനെ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാതെയായി. ഒരുപാട് പേര് മരിച്ചു. അവർക്ക് അവിടെ റെഡ് പ്ലാനറ്റിൽ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അവർ കാർബൺ ഡൈ ഓക്സൈഡാണ് ശ്വസിക്കുന്നത്. അതുമാത്രമല്ല, അവിടെ ഒരുപാട് സ്പേസ് ക്രാഫ്റ്റും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ടൈം ട്രാവലിംഗ് ഒക്കെ സാധ്യമായിരുന്നു. അവരുടെ സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് മൊത്തത്തിൽ ചുറ്റിക്കാണാൻ പറ്റുന്ന, 1 മണിക്കൂർ അരമണിക്കൂർ കൊണ്ട് യൂണിവേഴ്സ് മൊത്തം ചുറ്റിക്കാണാൻ പറ്റുന്ന തരത്തിലുള്ള സ്പേസ് ക്രാഫ്റ്റുകളായിരുന്നു. എർത്തിനെ അവർ അവിടെ നിന്ന് വീക്ഷിക്കുമായിരുന്നു എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അതുമാത്രമല്ല, എർത്തിലുള്ള ലൈഫുകൾ അവർ നോക്കി പഠിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഈ ന്യൂക്ലിയർ ആക്ടിവിറ്റി വന്ന സമയത്ത് അവർക്ക് എന്തോ അവിടെ നിൽക്കാൻ പറ്റാണ്ട് ഹ്യൂമൻസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ നിന്ന് സ്പേസ്ഷിപ്പ് വഴി ഇവിടെ എത്തിയതല്ല, പുനർജന്മമാണ്, എർത്തിലെ പുനർജന്മമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ മരിച്ചതിന് ശേഷം ഇവിടെ പുനർജനിച്ചിരിക്കുന്ന ഒരു വല്ലാത്തൊരു ഐഡിയ ആണ്, വല്ലാത്തൊരു സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ കുട്ടിയെ ചെറുപ്പകാലങ്ങളിലൊന്നും ഈ സ്പേസിനെ കുറിച്ചിട്ട് ഒന്നും പഠിപ്പിച്ചിരുന്നില്ല. പക്ഷേ സ്പേസിനെ കുറിച്ചിട്ട് സയൻറ്റിസ്റ്റിന് പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള നോളജ് ഈ ഒരു കുട്ടിക്കുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ കുട്ടിയെ മാർസിൽ നിന്ന് വന്നതാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പലരും തന്നെ എത്തിയത്. ബൊരിസ്ക പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോഴും അവിടെ ഒരു കൈൻഡ് ഓഫ് പീപ്പിൾ, ഇപ്പോഴും ആളുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അവർക്ക് എന്തോ ഒരു ന്യൂക്ലിയർ ആക്ടിവിറ്റി വന്ന സമയത്ത് അവർക്ക് മാർസിൽ നിന്ന് പുറത്തോട്ട് പോകാനായിട്ട് എന്തോ ഒരു സംഭവം തടയുന്നുണ്ട്. അവർ കാർബൺ ഡൈ ഓക്സൈഡാണ് ശ്വസിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതുമാത്രമല്ല, അവർ നല്ല ടോളാണ്, നല്ല പൊക്കം കൂടിയവരാണ് എന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നത്. അപ്പോൾ ഇത് പറയുന്നത് എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ ഒരുപാട് ടെസ്റ്റ് നടത്തിയ സമയത്തും സയൻറ്റിസ്റ്റുകളുടെ മുന്നിൽ പോയിരുന്ന് സംസാരിച്ച സമയത്തും ഒരു സ്പേസിനെ കുറിച്ചിട്ട് ഈ ഒരു കുട്ടിക്കുള്ള അറിവെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്ന് വെച്ചാൽ സയൻറ്റിസ്റ്റിനേക്കാളും അപ്പുറത്തുള്ള ഒരു അറിവ് ഈ ഒരു കുട്ടിക്കുണ്ട്. പിന്നീട് ഈ ഒരു പയ്യൻ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ എർത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം പറഞ്ഞു തന്നു. അതെന്താണെന്ന് വെച്ചാൽ, എർത്തിൽ ഒരു ന്യൂക്ലിയർ ആക്ടിവിറ്റി നടക്കാൻ പോകുന്നുണ്ട്. അത് ഏത് തരത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേ ബി കിം ജോങ്ങും നമ്മുടെ US പ്രസിഡൻറ്റും തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ ക്ലാഷ് വഴിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എർത്ത് മൊത്തത്തിൽ നശിക്കുമെന്ന് പറയുന്നുണ്ട്, മാൻകൈൻഡ് മൊത്തത്തിലും പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചിരുന്നു, ഏതൊരു സയൻറ്റിസ്റ്റ് ചോദിച്ചിരുന്നു, ഈ ഒരു മാനിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ ഒരു എറ എവിടെ നിന്നാണ് വന്നത് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു പയ്യൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജിസ പിരമിഡ്, നമുക്കറിയാം ഈജിപ്തിലുള്ള ജിസ പിരമിഡിൻ്റെ ഏതോ ആ ഒരു ഫേസ് പോലെ ഇരിക്കുന്ന ഒരു പിരമിഡാണ്.
ആ പിരമിഡിൻ്റെ കാതിൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് കാതിലാണ് എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് പുള്ളിക്കാരന് ഓർമ്മ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിരമിഡിനെ നമുക്ക് വേണമെങ്കിൽ കയറി നോക്കാമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ കയറി നോക്കാനൊന്നും പറ്റില്ല, അത്രത്തോളം ഹൈറ്റിലൊക്കെയാണുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എത്രത്തോളം വിശ്വസിച്ചാലും അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം ഇതിനെ, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം, പക്ഷേ ഇതൊരു പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു റിയാലിറ്റിയാണ്. അതുപോലെ തന്നെയാണ് നോഹ എന്ന് പറഞ്ഞിട്ട് ടൈം ട്രാവൽ ചെയ്ത് വന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ കാര്യങ്ങളും നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ ബൊറിസ്കയുടെ കാര്യവും. ബൊറിസ്ക പറയുന്നത് ഒരുപാട് കുട്ടികൾ ഇതേപോലെ വന്നിട്ടുണ്ട്, എർത്തിൽ ജനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ മരിച്ചതിന് ശേഷം പുനർജന്മം എടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്, എർത്തിനെ രക്ഷിക്കാൻ വേണ്ടി വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം കറക്റ്റാണെന്ന് അറിയത്തില്ല. നമ്മളിവിടെ എർത്തിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ അകത്ത് ഹ്യൂമൻസ് എല്ലാമാണ്. നമ്മളാരും ഏലിയൻസിനെ വിശ്വസിക്കുന്നുമില്ല, ഏലിയൻസ് ഉണ്ടെന്ന് വിശ്വസിക്കില്ല. പക്ഷേ ഒരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് വിയേർഡായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതുമാത്രമല്ല, മാർസിൽ ഒരു പെൺരൂപം കണ്ടു എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു പ്രാവശ്യം എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകളായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊരു ഉറപ്പുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മേ ബി അവിടെ ആളുകൾ കാണാം, ഈ പുള്ളി പറയുന്നത് സത്യമായിരിക്കാം, ഈ പയ്യൻ മാർസിൽ നിന്ന് വന്നതായിരിക്കാം. സയൻസ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒന്ന് എഴുതി ഒപ്പിട്ട് അല്ലെങ്കിൽ എഴുതി ഒപ്പിടാൻ പറ്റിയ ഒരു സാധനമല്ല സയൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് സയൻസ് എന്തെങ്കിലും പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അത് തെറ്റായിട്ട് ചിലപ്പോൾ പ്രൂവ് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് നിഗൂഢതകളും പ്രശ്നങ്ങളും ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ളതും എല്ലാം നമുക്ക് സയൻസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ഏതൊരു തരത്തിലെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ഒരു ഭൂമിക്കകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അറിയാത്തവർക്ക് ഇതൊരു വലിയൊരു പുതിയൊരു അറിവായിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇങ്ങനത്തെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുന്ന ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി. കാരണം ഒരുപാട് തരത്തിൽ ഇതിനെ പറയാനൊന്നും എനിക്കറിയത്തില്ല. കാരണം സയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല ഹാർഡാണ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തെറ്റ് തിരുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുകിട്ടുന്നതായിരിക്കും. ബൈ.